അങ്ങയുടെ രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് തന്നെ അങ്ങയുടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഒരു വിരോധവും ഇല്ല. അങ്ങക്ക് വിരോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രീയം പറയാനുള്ളത് എന്റെ അവകാശമാണല്ലോ. രാഷ്ട്രീയം അരാഷ്ട്രീയം എന്നതായിരുന്നല്ലോ അങ്ങയുടെ അന്നത്തെ സംവാദ വിഷയം പോലും. അരാഷ്ട്രവാദി അല്ലാതെയുള്ള ഏക ഓപ്ഷൻ പിന്നുള്ളത് കമ്മ്യൂണിസം മാത്രമല്ലല്ലോ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ആ രാഷ്ട്രീയം ശക്തമായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്യും. എന്റെ നേരെ നിങ്ങൾ ഉന്നയിച്ചത് ഞാൻ ചില കാര്യങ്ങളൊന്നും കാണുന്നില്ല, ചിലതേ കാണുന്നുള്ളൂ എന്നാണ്. അതെ, അത് തന്നെയാണ് ഉന്നയിച്ചത്. അത് ഈ വീഡിയോ കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെടും. അങ്ങ് ഒടുവിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ശരി, അങ്ങയുടെ ഇഷ്ടം പോലെ. SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ രണ്ടുപേർ അതിനെ അംഗീകരിച്ച് അഭിനന്ദിച്ചെന്തോ പോസ്റ്റ് ഇട്ടു. ഞാൻ ആ പോസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. അങ്ങ് കാണില്ല. അതാണല്ലോ ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ഏതെങ്കിലും രണ്ടു പേരല്ല സഖാവേ, മന്ത്രി ശിവൻകുട്ടി, ചിന്താ ജെറോം, മുകേഷ് MLA തുടങ്ങി ഒരു കമ്മ്യൂണിസ്റ്റ് നിര തന്നെയുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ഈ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ച് അഭിപ്രായം പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. അത് കാണാതെ പോയെങ്കിൽ അത് നിർഭാഗ്യകരം. അങ്ങ് കാണാൻ ശ്രമിക്കുക. കാണാൻ ശ്രമിച്ചാൽ അങ്ങ് കാണാൻ പറ്റും. സഖാവ് പറഞ്ഞതല്ലേ, ഒന്ന് കണ്ടു നോക്കാം. SNDP കിട്ടിയ ഒരു അംഗീകാരമാണെന്നാണ്. SNDP അംഗീകാരം കിട്ടുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവും? കണ്ടല്ലോ, വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നും നിരന്തരമായി കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന വിധമുള്ള പ്രസ്താവനകൾ വന്നതോടെ അതിനെതിരെ ശ്രീ VD സതീശൻ പരസ്യമായി രംഗത്ത് വരികയും അതിന്റെ പേരിൽ അദ്ദേഹവും വെള്ളാപ്പള്ളിയും തമ്മിൽ മാധ്യമങ്ങളുടെ വാക്കേറ്റം നടക്കുകയും ചെയ്യുന്ന സമയത്താണ് വെള്ളാപ്പള്ളിക്ക് പത്മപുരസ്കാരം ലഭിക്കുന്നത്. സ്വാഭാവികമായും മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് സതീഷിനോട് അഭിപ്രായം ചോദിക്കും. വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞത് ഇത് SNDPക്ക് ലഭിച്ച അംഗീകാരമാണ് എന്നാണ്. SNDPക്ക് ഒരു അംഗീകാരം കിട്ടുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടാകുമോ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. അതായത് സഖാക്കളെ പോലെ വെള്ളാപ്പള്ളിയെ അഭിനന്ദിക്കാൻ മുട്ടി നിൽക്കുകയായിരുന്നില്ല VD സതീശൻ. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത്രയും പറഞ്ഞതുപോലും. അതിലും അഭിനന്ദനം ശ്രീനാരായണ ഗുരുവിന്റെയും കുമാരനാശാന്റെയും ഒക്കെ പാരമ്പര്യം വരുന്ന SNDPക്കാണ്. അത്തരത്തിൽ സതീശൻ പറഞ്ഞൊരു കാര്യത്തെ വളച്ചൊടിച്ച് ഒരു പൊതുവേദിയിൽ കയ്യടി നേടിയതിനു ശേഷം അടുത്തയാഴ്ച വീണ്ടും മാധ്യമപ്രവർത്തകർക്ക് സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ അങ്ങ് യൂട്യൂബ് ചാനലുമായി എത്തുമല്ലോ അല്ലേ? ഞാനിവിടെ ആരുടെയും പേര് പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിന്നോ മറ്റേ പ്രിയങ്ക ഗാന്ധിന്നോ ഒന്നും മൂക്കിന്റെയും മുടിയുടെയും സാരിയുടെയും ഒക്കെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പേര് പറയാതിരിക്കാനുള്ള ഔചിത്യം കാണിച്ചു. പക്ഷെ അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. താങ്കൾ എത്ര ശുദ്ധനായ മനുഷ്യനാണ് സഖാവ്. പച്ചവെള്ളം പോലും അങ്ങ് ചവച്ചാണ് കുടിച്ചിറക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന പദയാത്രയെക്കുറിച്ചും അത് നയിച്ച നേതാവിനെക്കുറിച്ചും മുത്തശ്ശിയുടെ രൂപസാദൃശ്യമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വനിതാ നേതാവിനെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കൾ നടത്തിയ പരാമർശം മനസ്സിലായില്ലെന്ന് നടിക്കാൻ പൊതുജനം വായിക്കുന്നത് താങ്കൾ റെസിഡന്റ് എഡിറ്ററായ ദേശാഭിമാനി മാത്രമല്ലല്ലോ. ഉദാഹരണത്തിന് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിലും സ്വന്തം നാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും തെരഞ്ഞെടുപ്പ് തോൽവിക്കെതിരെ കോടതിയിൽ പോയി അവിടെയും തോൽക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കളുടെ പേര് പോലും ഉച്ചരിച്ചില്ലെങ്കിലും അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പൊതുജനത്തിനുണ്ടല്ലോ. ബൈ ദ വേ, പരാജയപ്പെട്ടതിന്റെ പേരിൽ താങ്കളെ പരിഹസിക്കാൻ ഞാനിത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയവും പരാജയവും ഒക്കെ സ്വാഭാവികമാണ്. പകരം അങ്ങ് എന്നോട് ചോദിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് ഞാനാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിച്ച എന്റെ ഒരു വാചകമോ എഴുത്തോ നിങ്ങൾക്ക് ഈ നിമിഷം വരെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വ്യക്തിപൂജയുടെ തടവുകാരല്ല ഞങ്ങൾ ആരും. അതെ, സത്യമാണ് താങ്കൾ പറഞ്ഞത്. വ്യക്തിപൂജയുടെ തടവുകാരല്ല നിങ്ങൾ ആരും. ഇനി അങ്ങോട്ടേക്ക് നോക്കൂ, മുറ്റത്തൊരു മൈന. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. ഇനി ഇങ്ങോട്ടേക്ക് നോക്കൂ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഇനി ഈ വാർത്തകൾ നോക്കൂ. കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ. പിന്നെ നിങ്ങൾ യാത്രയെ ഞാൻ വിമർശിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആകെ ഉപയോഗിച്ച ഒരു വാചകം കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞു ഏതൊരു മാധ്യമത്തിലാണ് ആദ്യം വന്നത്. ആ മാധ്യമം ഞാൻ കണ്ടിട്ടില്ല. വന്നിട്ടുണ്ടാവാം, എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടിട്ടില്ല അത്രേ. ആമസോൺ കാട്ടിൽ പുലി പറ്റാൽ ആദ്യം അറിയുന്ന താങ്കൾ, അന്റാർട്ടിക്കയിലെ ഹിമക്കരടിക്ക് പനി പിടിച്ചാൽ പാരസെറ്റമോളുമായി ഓടിയെത്തുന്ന താങ്കൾ, കൺമുന്നിൽ നടക്കുന്ന സംഘപരിവാർ ഗൂഢാലോചന കണ്ടിട്ടില്ലത്രേ. വിശ്വസിച്ചു കോമ്രേഡ്. പിന്നെ ഏതോ ഒരു മാധ്യമത്തിലല്ല ആ വാർത്ത വന്നത്. RSS ബാക്ക് ചെയ്യുന്ന ഓപ്പിന്റെ എന്ന മാധ്യമത്തിലാണ്. RSSന്റെ അതേ ഭാഷയിലാണ് താങ്കൾ ആ വിമർശനം ഉന്നയിച്ചത്. കണ്ടെയ്നർ ഉപയോഗിക്കുന്ന നൂറുകണക്കിന് കണ്ടെയ്നറുകൾ, അത് വലിയ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ അതിന്റെ ആഡംബരങ്ങളെ കുറിച്ച് കണ്ടെയ്നറുകളെ കുറിച്ചൊക്കെ വാദോരാതെ പുകഴ്ത്തി പറയുന്ന വാർത്തകൾ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഒരു വിമർശനം എന്ന നിലയിൽ ഞാൻ ഉപയോഗിച്ചൊരു പ്രയോഗമാണ്. കേരളത്തിലും ഒരു യാത്ര നടന്നു, നവകേരള യാത്ര. സ്വരാജിന് അത് ടൂറിസ്റ്റ് ബസ് യാത്രയായി തോന്നിക്കാണുമല്ലോ അല്ലേ? പിന്നെ ആഡംബരം. ബാലൻ സഖാവിന് ആ വിഷയത്തിൽ എന്തോ പറയാനുണ്ട്. ഇതിന്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആഡംബര വാഹനത്തിന്റെ ഭാഗമായിട്ടുള്ള കള്ളപ്രചരണം ഒഴിവാക്കുന്നതായിരിക്കും നന്നാകുക. ശ്രീ രാഹുൽ ഗാന്ധി ആവട്ടെ മറ്റാരുമാകട്ടെ വിമർശനത്തിന് അതീതനാണ് എന്നൊരു കാഴ്ചപ്പാട് ആരെങ്കിലും മുൻപോട്ട് വെച്ചാൽ ജീവനുള്ള നാൾ വരെ അത്തരം ആൾദൈവ സംസ്കാരത്തിന്റെ പിന്നിൽ മുട്ടുമടക്കി നിൽക്കാൻ സൗകര്യമില്ല എന്ന് പറയും. ആൾദൈവ സംസ്കാരമല്ലേ? അലക്സ,
പ്ലേ ദ മ്യൂസിക്. ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. രാഷ്ട്രീയത്തിലാണെങ്കിൽ വിമർശനം നേരിടേണ്ടി വരും. പണ്ട് ഇതുപോലെ പാർട്ടിയെ വിമർശിച്ച് പുറത്തുപോയൊരു സഖാവ് ഉണ്ടായിരുന്നു. പേര് TP ചന്ദ്രശേഖരൻ. ആ മനുഷ്യന്റെ വിമർശനങ്ങളോട് നിങ്ങളുടെ പ്രസ്ഥാനം എങ്ങനെയാണ് സഹിഷ്ണുത കാണിച്ചതെന്ന് സഖാവ് ഇടയ്ക്ക് ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല സഖാവെ. ദേശാഭിമാനിക്ക് പുറമെയുള്ള മാധ്യമങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവരും രാഹുൽ ഗാന്ധി ജാതി സെൻസസ് വിഷയം ഉന്നയിച്ചതും രോഹിത് വെമുലയുടെ മാതാവിനെ ചേർത്ത് നിർത്തിയതും ഗൗരി ലങ്കേഷിന്റെ കുടുംബത്തിന് ആശ്വാസം പകർന്നതും കാശ്മീരിന്റെ വികാരത്തെ പ്രതിനിധീകരിച്ചതും ഒക്കെ കണ്ടതാണ്. താങ്കൾ മാത്രം അറിയാഞ്ഞത് ഈ സെലക്ടീവ് കാഴ്ചകൾ മൂലമാണ്. ഭാരത് ജോഡോ യാത്രയോട് താങ്കളുടെ പ്രസ്ഥാനത്തിന് അത്രയും വലിയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ബംഗാളിലെ സഖാക്കൾ ആ യാത്രയുടെ ഭാഗമായത് എന്തിനായിരുന്നു? പാർലമെന്റിൽ പ്രസംഗം നടത്തിയതിനു ശേഷം നേരെ പോയി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഗാഠാലിംഗനം ചെയ്യുന്നതിൽ ഒരു തകരാറും കാണാത്ത അങ്ങ് സി മിസ്റ്റർ ഗീബൽസ്, സോറി മിസ്റ്റർ സ്വരാജ്, ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ലല്ലോ. അന്ന് ആ പ്രസംഗം കണ്ടവരെല്ലാവരും ഇപ്പോഴും ഓർത്തിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആലിംഗനം. നിങ്ങളുടെ വെറുപ്പിനെ ഞാൻ സ്നേഹം കൊണ്ട് പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മോദിയെ ആലിംഗനം ചെയ്യുന്നത്. അത് താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് യോഗി ആദിത്യനാഥിനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ച് കാത്തിരിക്കുന്ന, ജനങ്ങൾ ഉറങ്ങുമ്പോൾ പോയി PM ശ്രീയിൽ ഒപ്പിടുന്ന, ഇസ്ലാമോഫോബിയ പരത്തുന്നവരെ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായതിനാലാണ്. സർക്കാർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് 150 മീറ്റർ അകലെയുള്ള പൊതുപരിപാടിയുടെ വേദിയിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ എന്ന നിലയിൽ 86 വയസ്സായ ഒരാൾ ഈ കാറിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നിലപാടിലുള്ള ചോർച്ചയാണെന്ന് പറയുന്നതിന് ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല. 86 വയസ്സുള്ള വൃദ്ധനോടുള്ള കരുണയാണത്രേ. ദിനവും 3 നേരം എന്ന കണക്കിൽ വർഗീയത പ്രചരിപ്പിച്ച വെള്ളാപ്പള്ളിയെ നവോത്ഥാന കമ്മിറ്റിയുടെ ചെയർമാനാക്കിയത് ആരാണ് സ്വരാജ്? മലപ്പുറത്തിനെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഇത്രയും വിദ്വേഷ പ്രചരണം നടത്തിയിട്ടും ആരുടെ ആഭ്യന്തര വകുപ്പാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? നാവിൽ സരസ്വതി വിലാസം വിളയാടുന്നയാളാണ് വെള്ളാപ്പള്ളി എന്ന് ഇപ്പോഴും അനുമോദിക്കുന്നത് ആരാണ്? എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ: സഖാവ് പിണറായി വിജയൻ. സ്വരാജിനോട് എന്ത് ചോദിച്ചാലും മാസ് മറുപടി നൽകുമെന്നാണ് സൈബർ സഖാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ താങ്കളുടെ പൂക്കളുടെ പുസ്തകത്തിൽ അശോക വൃക്ഷത്തെക്കുറിച്ച് കാളിദാസന്റെ മാളവികാഗ്നിമിത്രത്തിൽ നടത്തുന്ന പരാമർശം എന്ന നിലയിൽ ഒരു സംസ്കൃത ശ്ലോകം പരാമർശിക്കുന്നുണ്ടല്ലോ. ആ ശ്ലോകത്തിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണ് സ്വരാജ്? ഇത് കൃമിശല്യത്തിനുള്ള പ്രതിവിധി പറയുന്ന ചികിത്സാ സംബന്ധിയായ സംസ്കൃത ശ്ലോകമാണെന്നാണ് ഒരു കേട്ടുകേൾവിയുണ്ടല്ലോ. എന്താണ് ഇതിൽ വ്യക്തത വരുത്താനുള്ളത്? അക്ഷരോത്സവത്തിന് താങ്കൾ ചെയ്തതുപോലെ അവസാന ചോദ്യത്തിന് ആദ്യ മറുപടി നൽകിക്കൊണ്ട് ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട ആദർശ്.